സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പൂഞ്ഞാറ് ശക്തമായ പ്രചരണങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ്. കുറച്ചു നേരം നമ്മൾ സാർ അനുവദിച്ചു തന്നാണ്. എങ്ങനെയുണ്ട് സാറേ കോൺഫിഡൻസ് ഒക്കെ ഏത് ലെവലിൽ? തികഞ്ഞ വിജയപ്രതീക്ഷയോടെയാണ് മുന്നോട്ട് പോകുന്നത്. സുനിശ്ചിതമായൊരു വിജയമാണ്. ഒരു ഭൂരിപക്ഷമൊക്കെ പറയാവുന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ടോ? നമ്മൾ ചില മണ്ഡലങ്ങളിലൊക്കെ അങ്ങനെ സ്ഥാനാർത്ഥികൾ മുതിരുന്നുണ്ട്. സാർ അങ്ങനെ ഒരു ഭൂരിപക്ഷത്തിലേക്ക് ആണെങ്കിലും വളരെ മികച്ച ഭൂരിപക്ഷം ഉണ്ടാവും. കഴിഞ്ഞ വർഷത്തേക്കാളും വർദ്ധിച്ച ഭൂരിപക്ഷം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം PC ജോർജ് ഒരു ഫാക്ടർ ആയിരുന്ന പോലെ, കാരണം PC ജോർജിൽ നിന്ന് നമ്മൾ മാറി വരുന്ന ഒരു സാഹചര്യം. PC ജോർജ് തീർത്തും മണ്ഡലത്തിലില്ല, പരിപൂർണമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഇമ്പാക്റ്റ് ഇല്ല എന്ന് നമുക്ക് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ പൂഞ്ഞാറിന്റെ നിരവധി സ്ഥലങ്ങളിലൂടെയൊക്കെ സന്ദർശിച്ചിരുന്നു. UDF ഒരു സ്ഥാനാർത്ഥിയുമായി വന്ന് ശക്തമായ പ്രചരണങ്ങൾ, കൂടാതെ ഒരു ഭരണവിരുദ്ധ വികാരമൊക്കെ അഴിച്ചുവിടുന്നു. എങ്ങനെ കാണുന്നു? ഒരു ടൈറ്റ് ഫൈറ്റ് ഉണ്ടോ പൂഞ്ഞാറ്? ഒരു ത്രികോണ മത്സരം തന്നെയാണ് പൂഞ്ഞാറ്. PC ജോർജ് ചിത്രത്തിലില്ല എന്ന് നിങ്ങളുടെ നിഗമനം തികച്ചും തെറ്റാണ്. PC ജോർജ് 37 വർഷം ഇവിടെ MLA ആയിരുന്ന ആളാണ്. പിന്നെ BJPയുടെ സ്ഥാനാർത്ഥിയാണ്. ഒരു സ്വാധീനമുണ്ട്. ഒരു ത്രികോണ മത്സരം തന്നെയാണ്. PC ജോർജിൽ വിജയസാധ്യത പോലും കണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടോ? പുള്ളി മത്സരരംഗത്ത് മുന്നണി മറ്റേ ഞാനും UDF സ്ഥാനാർത്ഥിയും പ്രചരണ രംഗത്തുള്ളതുപോലെ തന്നെയാണ് അദ്ദേഹം പ്രചരണ രംഗത്തുള്ളത്. ഉണ്ടല്ലേ? ശക്തമായൊരു ത്രികോണ മത്സരത്തിന്റെ പ്രതീതിയിലാണ് മുന്നോട്ട്. ഓക്കെ. UDFന്റെ ഒരു ഫൈറ്റ് മത്സരം ആരൊക്കെ തമ്മിലായിരിക്കും? ത്രികോണ മത്സരം തന്നെയാണ്. മത്സരം എന്ന് പറഞ്ഞാൽ മൂന്ന് പേരായിട്ട് തന്നെയാണ് വരുന്നത്. ഓക്കെ. ഈ ഇടതുപക്ഷത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ വലിയ രീതിയിൽ വലത് സൈബറിടങ്ങൾ ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 2 മാസമായിട്ട് നടത്തുന്ന പ്രചരണങ്ങൾ പാസ്റ്റിനെ ജനങ്ങളിലേക്ക് എത്തുന്നതിനെ കൃത്യമായി അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊക്കെ പൂഞ്ഞാറിലെ ജനങ്ങൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ടോ? സാറിൻ്റെ ഒരു അവര് അങ്ങനെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ അവര് കുറെ വ്യാജ പ്രചാരണങ്ങളാണ്. സത്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുണ്ടോ എന്ന് തന്നെ ചോദിച്ചത്. സത്യങ്ങൾ സത്യമാണെന്നുള്ള രീതിയിൽ സൈബറിടങ്ങൾ പ്രചരിപ്പിക്കുക, അർദ്ധസത്യങ്ങളെ വേറൊരു രൂപത്തിൽ. ഒരു UDF ഒരു ഗീബൽസിയൻ തന്ത്രങ്ങളാണ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ കള്ളക്കഥകൾ, വ്യാജ കഥകൾ പ്രചരിപ്പിക്കുന്ന AI ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. പക്ഷേ പൂഞ്ഞാറിലെ ജനങ്ങളെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല. കാരണം ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ SDPI ഫാക്ടർ വലിയ രീതിയിൽ കേരളത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഇടത് വലത് മുന്നണികൾ. പൂഞ്ഞാറിൽ SDPI ഒരു ഫാക്ടർ ആണല്ലോ, അല്ലെ? അങ്ങനെ തന്നെ പറയേണ്ടി വരില്ലേ? പൂഞ്ഞാറിൽ SDPI ഒരു ഫാക്ടറാണ്. SDPIയുടെ വോട്ട് നമ്മളിലേക്ക്, സാർ എങ്ങനെയാണ് ആ വോട്ടിനെ കാണുന്നത്? നമ്മളിലേക്ക് നിലപാടൊന്നും പ്രഖ്യാപിച്ചതായി എനിക്ക് അറിഞ്ഞുകൂടാ. SDPIയുടെ വോട്ട് നമ്മൾ സ്വീകരിക്കും നമ്മളിലേക്ക് എന്നുള്ളതല്ല. നമ്മൾ ഈ നിയമമണ്ഡലത്തിൽ വോട്ടർ പട്ടിക പേരുള്ള ആര് വോട്ട് ചെയ്താലും നമ്മൾ സ്വീകരിക്കും. അല്ലാതെ SDPI എന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് എന്നോ BJP എന്നോ ലീഗ് എന്നോ ഒന്നുമില്ല. SDPI വോട്ട് ഒരു ഫാക്ടറാണോ സാർ? ഈ പേട്ട കേന്ദ്രീകരിച്ച് കുറച്ചധികം സ്വാധീനമുണ്ട്. സ്വാധീനമില്ല എന്ന് പറയാൻ കഴിയില്ല. SDPI ഒരു പക്ഷേ ഒരു ഡിസൈഡിങ് ഫാക്ടർ ആവാൻ വരെ സാധ്യതയുള്ള ഒരു മണ്ഡലം തന്നെയാണല്ലോ, അല്ലെ? SDPIക്ക് സ്വാധീനമുണ്ട്. ഓക്കെ. സാർ പറഞ്ഞു നിർത്തിയൊരു കാര്യം ഒന്നുകൂടി ക്ലാരിറ്റി എടുക്കാൻ വേണ്ടിയിട്ട്, ഈ ത്രികോണ മത്സരം എന്ന് നമ്മൾ പറഞ്ഞു, 3 മുന്നണികളും ഒരുപോലെയാണ് എന്ന് പറയുമ്പോഴും കൃത്യമായി ഒരു സാറിന് ഫീൽ ചെയ്യുന്നുണ്ടോ മണ്ഡലത്തിൽ ഒരു ത്രികോണ മത്സരം തന്നെയാണ് ഇപ്പോഴും BJP കാൻഡിഡേറ്റ് ആയി PC നിൽക്കുമ്പോൾ? പല സ്ഥലങ്ങളിലും എൻ്റെ ഒപ്പോണന്റ് ആയിട്ട് വരുന്നത് PC ജോർജാണ്. അതൊരു പരസ്പര ബഹുമാനത്തിന്റെ പുറത്തല്ല. അതിനകത്ത് മത്സരത്തിനകത്ത് ബഹുമാനം വെച്ചിട്ടുണ്ടല്ലോ പറയുന്നത്. ഗ്രൗണ്ട് റിയാലിറ്റി വെച്ചല്ലേ. ഗ്രൗണ്ട് റിയാലിറ്റി വെച്ച് പല സ്ഥലങ്ങളിലും എൻ്റെ പ്രധാന പ്രതിയോഗി PC ജോർജാണ്. ഓക്കെ. PC ജോർജ് ശക്തമായ ആരോപണങ്ങൾ മണ്ഡലത്തിൽ കഴിഞ്ഞ ഒരു 6 മാസത്തിനിടയ്ക്ക് ഒരു ഉദ്ഘാടന മഹാമഹം നടത്താൻ വേണ്ടി മാത്രമാണ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പുറപ്പെട്ടിട്ടുള്ളത്. അതിനു മുമ്പ് ഈ MLA എവിടെയായിരുന്നു എന്ന് നമ്മൾക്ക് കാണാൻ പോലും കിട്ടുന്നില്ല. തുടക്കം മുതൽ ഉദ്ഘാടനങ്ങൾ നടക്കുന്നുണ്ടല്ലോ. 6 മാസത്തെ ഉദ്ഘാടനമായിരിക്കും അദ്ദേഹം ശ്രദ്ധിച്ചില്ലായിരുന്നു. അദ്ദേഹം ഇലക്ഷനിലേക്ക് ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, പൂർത്തീകരിച്ച പദ്ധതിയല്ലേ ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തിന് പോയി നോക്കി കാണുമല്ലോ, പരിശോധിക്കാമല്ലോ. അല്ലെ, അതിന്റെ എല്ലാം എൻ്റെ ഫേസ്ബുക്ക് കിടപ്പുണ്ടല്ലോ, ഇൻസ്റ്റാഗ്രാം. ഇനി നമ്മൾ തുടരാൻ ലാസ്റ്റ് അവസാന ക്വസ്റ്റ്യൻ, നമ്മൾ തുടരാനായിട്ട് നമ്മൾ വീണ്ടും ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ
പാതി വഴിയിൽ എത്തി നിൽക്കുന്ന ഒരു വികസന പ്രവർത്തനം, അല്ലെങ്കിൽ പേട്ടയിലേക്ക് ഇനി സാറ് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു പ്രവർത്തനം, അങ്ങനെ എന്തെങ്കിലും മനസ്സിലായി? പേട്ടയിലേക്ക് മാത്രമല്ലല്ലോ, സോറി, പൂഞ്ഞാറിലേക്ക് മൊത്തത്തിലേക്ക്. തീർച്ചയായും എനിക്ക് പറ്റിയ തെറ്റാണ്. അതായത് നമ്മള് പൂഞ്ഞാറില് കുറേയേറെ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതെല്ലാം ഇപ്പൊ വിശദീകരിക്കാനായിട്ട് സമയപരിമിതി അനുവദിക്കുന്നില്ല. പൂഞ്ഞാറിന് എങ്കിലും സാർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വെച്ച ഏതെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ശബരി ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ എയർപോർട്ട് യാഥാർത്ഥ്യമാക്കുക. അത് കേരളത്തിലെ തന്നെ ഭാവിയിലെ ഏറ്റവും വലിയൊരു വികസനമാകുമ്പോൾ എയർപോർട്ട് യാഥാർത്ഥ്യമാക്കുക. അതുപോലെ തന്നെ പിന്നെ ടൂറിസം സാധ്യതകൾ ഇതുവരെ പൂഞ്ഞാറിൻ്റെത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ആ ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്തി പൂഞ്ഞാറിനെ ഒരു ടൂറിസം ഹബ്ബാക്കി മാറ്റുക. പിന്നെ ഒരു എഡ്യൂക്കേഷൻ രംഗത്ത് കുറെ കൂടി ഒരു മികച്ച റിസൾട്ട് ഉണ്ടാക്കി ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റുക. ഒരു IT പാർക്ക് സ്ഥാപിക്കാനായിട്ടുള്ള ശ്രമം നടത്തുക. പിന്നെ കാർഷിക രംഗത്ത് ഒരു മാറ്റം, ഒരു കാർഷിക സമൃദ്ധി കൊണ്ടുവരാൻ ശ്രമിക്കുക. നമ്മുടെ നിയോജകമണ്ഡലത്തിലെ പരമാവധി റോഡുകൾ BMBC ആക്കുക. പിന്നെ ശുദ്ധജല വിതരണ പദ്ധതി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് 60% അത് പൂർത്തീകരിക്കുക. പിന്നെ കുറേയേറെ ലക്ഷ്യങ്ങളുണ്ട്. അവസാനിപ്പിക്കാം സാർ. കേരളത്തിൽ എത്ര സീറ്റ് വരെയൊക്കെയാണ് സാറിന്റെ ഒരു പ്രതീക്ഷ? പൾസ് അറിയുന്ന ഒരാളാണല്ലോ കേരളത്തിൽ. ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരുമെന്നതിൽ തർക്കമില്ല. സീറ്റിന്റെ എണ്ണത്തിലേക്ക് പോകാൻ ഞാൻ എന്റെ മത്സരത്തിലാണല്ലോ തീർച്ചയായും. അപ്പൊ പിന്നെ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു പഠനം നടത്താൻ ആവശ്യമായ സാവകാശം കിട്ടുന്നില്ല. രണ്ടില ചിഹ്നത്തിൽ മത്സരിക്കുന്ന എല്ലാവരും വളരെ ശക്തമായ പ്രതീക്ഷയുണ്ടെന്നാണ് കിട്ടുന്നവര്. ഇടുക്കിയിൽ എന്തെങ്കിലും ടൈറ്റ് ഫൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ടോ സാറേ? ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. വളരെ സന്തോഷം. താങ്ക് യു.